നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഓൾറെഡി നമ്മളുടെ ലൈവ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് തന്നെ ഒരു വീഡിയോ തൽക്കാലം ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മളുടെ വീഡിയോ കണ്ടതിന് ശേഷം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, വർഷങ്ങളായി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർക്കൊക്കെ ഈ ചാർജസിൻ്റെ ഒരു പാർട്ടും കൂടെ ഒരു മാനസികമായ ഒരു ഹഡിലായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് മനസ്സിലായി. അതായത് 1:2 വെച്ച് റിസ്ക് റിവാർഡ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നാൽ 100 ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോഴും 40% വിൻ ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് വലിയ കാര്യമായിട്ടൊന്നും കിട്ടത്തില്ല, ചാർജസ് ആയിട്ട് പോവില്ലേ എന്നൊരു ഡൗട്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ധാരാളം ആൾക്കാർക്ക് തീർച്ചയായും ഉണ്ടാകാവുന്നൊരു ഡൗട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റിനെ പറ്റി എന്തായാലും നമ്മളൊന്ന് ചെക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് നമ്മൾ എക്സലിൽ ഒരു കാൽക്കുലേഷനായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 66 ട്രേഡ് കഴിഞ്ഞു, 67ാമത്തെ ട്രേഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നെറ്റ് ലോസിലാണുള്ളത്. അപ്പോൾ ഇത് പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ പോലും ചാർജസ് ആയിട്ട് വരുന്നത് നമ്മളിവിടെ കണക്കിൽ പെടുത്തിയിട്ടില്ല. ഇത് നമുക്ക് നെറ്റ് കിട്ടിയ പ്രോഫിറ്റും ലോസും തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. സോ ചാർജസ് ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. നെക്സ്റ്റ് 100 ഡേയ്സ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ചാർജസും കൂടെ ആ കൂട്ടത്തിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പോകാം. അപ്പോൾ നമ്മളിവിടെ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. 100 ട്രേഡ് 5000 റുപ്പീസ് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചാർജ് വരും, അതേപോലെ 50,000 റുപ്പീസ് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് എന്ത് ചാർജ് വരും, അതുപോലെ തന്നെ 5 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ എന്ത് ചാർജസ് വരും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയും ഒപ്പം തന്നെ ചാർജിൽ വരുന്ന വ്യത്യാസവും അത് നമ്മുടെ പ്രോഫിറ്റിലുണ്ടാക്കുന്ന വ്യത്യാസമാണ് നമ്മളിവിടെ കണക്കൂട്ടിയേക്കുന്നത്. അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് ഓൾറെഡി ഒരു ബ്രോക്കറേജ് കാൽക്കുലേറ്റർ, ഇത് സെറോദയുടെയാണ്, ഓൺലൈനിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ എടുക്കുന്ന എമൗണ്ടിന് നിങ്ങൾക്കറിയാം 61 ക്വാണ്ടിറ്റി 400 രൂപ അറൗണ്ട് നമ്മൾ എടുത്താൽ, ഇക്വിറ്റിയിലാണെങ്കിൽ നമുക്ക് 26 രൂപ ചില്ലറയാണ് ചാർജസ് ആയിട്ട് വരുന്നത്. 26 രൂപയെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ ഇക്വിറ്റി ഇൻട്രാഡേ ആണെന്നുണ്ടെങ്കിൽ 26 രൂപ നമുക്ക് ചാർജ് വരും. അത് തന്നെ നമ്മൾ ഡെലിവറി ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെലിവറി എടുക്കുമ്പോൾ 70 രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത്. അത് തന്നെ നമ്മൾ ഫ്യൂച്ചേഴ്സിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചാർജ് വരുന്നത് ഫ്യൂച്ചേഴ്സിലാണ് കേട്ടോ. അത് 21 റുപ്പീസ് വരത്തുള്ളൂ. ഇക്വിറ്റിയിലാണ് 26 വരും. ഓക്കെ, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ചാർജസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഓപ്ഷൻസിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഓപ്ഷൻസിൽ അതേ ക്വാണ്ടിറ്റി ചെയ്യാനായിട്ട് നമുക്ക് അതേ എമൗണ്ടിൻ്റെ ട്രേഡ് ചെയ്യാനായിട്ട് 92 രൂപ നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് വലിയ ചാർജസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധവും ഇതാണ്. നമ്മൾ ടാറ്റ മോട്ടേഴ്സിൽ ചെയ്ത് തുടങ്ങിയ റെഗുലർ ടാറ്റ മോട്ടേഴ്സിൽ, അത് ഏകദേശം ഒരു 2022 ആ സമയത്ത് ആണ് കണ്ടിന്യൂസ് പ്രോഫിറ്റ്, ഒരു മാസത്തിൽ 3 ദിവസം മാത്രം ലോസ്, ബാക്കി എല്ലാ ദിവസവും പ്രോഫിറ്റ് കിട്ടുന്ന ഒരവസ്ഥയിൽ നമ്മൾ വന്നായിരുന്നു. അപ്പോൾ കിട്ടിയൊരു കോൺഫിഡൻസിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ പോയി. പിന്നീട് ഏകദേശം ഒരു 2 വർഷത്തോളം ഓപ്ഷൻസിൽ ചെയ്തു. നെറ്റ് എഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തുക നഷ്ടം വന്നിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. എത്രയൊക്കെ തുക എപ്പോഴൊക്കെ ഇറക്കുക അപ്പോഴൊക്കെ നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ടായി സീറോ ആയി പോകുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഓപ്ഷൻസ് ചെയ്ത് വിജയിക്കില്ല, ഇല്ലെങ്കിൽ അത് എനിക്ക് ചേരുന്ന രീതിയല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തിരിച്ച് നമ്മൾ വീണ്ടും ഇപ്പോൾ ഇക്വിറ്റിയിൽ വന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 66 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ചാർജസിൻ്റെ കാര്യം നമുക്കൊന്ന് ലൈവായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അതായത് 5000 രൂപ, സപ്പോസ് 500 രൂപയുടെ ഷെയർ പ്രൈസ്, 500 രൂപയ്ക്ക് വാങ്ങിച്ച് 500 രൂപയ്ക്ക് തന്നെ വിറ്റു. 5000 ക്വാണ്ടിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 948 രൂപയാണ് ബ്രോക്കറേജ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അത് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, 948 രൂപ. ഓക്കെ, അപ്പോൾ ഇത് 5000 രൂപയാണെങ്കിൽ 26 രൂപ 72 പൈസ, 50,000 രൂപയാണെങ്കിൽ 138 രൂപ 38 പൈസ, അങ്ങനെ 5 ലക്ഷം രൂപയാണെങ്കിൽ 948 രൂപ 98 പൈസ. ഇങ്ങനെ നമ്മൾ 100 ട്രേഡ് ചെയ്താൽ 100 ട്രേഡിന് കൊടുക്കേണ്ട ടോട്ടൽ ചാർജസാണ് നമ്മളിവിടെ കണക്കൂട്ടിയേക്കുന്നത്. അത് 2672, 13,838, 94,898. ഇതാണ് ഈ പറയുന്ന 5000 തൊട്ട് 5 ലക്ഷം വരെ
എമൗണ്ട് വെച്ചിട്ട് 100 ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ചാർജുകൾ. ഇനി നമ്മളുടെ പ്രശ്നം, നമ്മൾ 100 ട്രേഡ് എടുത്തു, പ്രോഫിറ്റ് 40 ട്രേഡിൽ കിട്ടി. അപ്പോൾ 40% റിസ്ക് റിവാർഡ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ മിനിമം ആവശ്യകത. അപ്പോൾ അങ്ങനെ 40% കിട്ടി. 5000 രൂപയുടെ ട്രേഡാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, വിത്ത് ലിവറേജ് ആണ് കേട്ടോ 26 രൂപ ചാർജസ് വരുന്നത്, വിത്ത് ലിവറേജ് ആണ്. അതായത് 5000 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണക്കാക്കേണ്ടത് 5000 ഇൻറ്റു 25, 5000 ഇൻറ്റു 5 വരും. അപ്പോൾ 25,000 ട്രേഡാണ് മൊത്തം. അപ്പോൾ വൺ സൈഡ് 25, സെല്ലിംഗ് സൈഡ് അതേപോലെ തന്നെ ബൈയിങ് സൈഡും 25, മൊത്തം 50,000 രൂപയുടെ ട്രേഡാണ് വരുന്നത്. ഓക്കെ, അത് വിട്ട് കളഞ്ഞേക്കും, നമുക്ക് കാൽക്കുലേഷൻ ഡയറക്റ്റ് പോകാം. 5000 രൂപ ഉള്ളപ്പോൾ നമ്മൾ 40 ട്രേഡ് പ്രോഫിറ്റായി, 60 ട്രേഡ് ലോസ് വന്നു. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടുമ്പോഴൊക്കെ 250 രൂപ വെച്ച് പ്രോഫിറ്റും, ലോസ് കിട്ടുമ്പോഴൊക്കെ 125 രൂപ വെച്ചിട്ട് ലോസും. അങ്ങനെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2500 രൂപയാണ് നെറ്റ് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. എന്നാൽ നമ്മുടെ ചാർജസ് ആയിട്ട് വന്നേക്കുന്നത് 5000 രൂപ വെച്ച് 100 ട്രേഡ് എടുക്കുമ്പോൾ 2672 രൂപ ചാർജ് വരും. അതാണ് കമൻറ്റിലൊക്കെ കുറച്ച് പേര് ആ ഡൗട്ട് പറഞ്ഞത്, ലോങ് ടൈം എടുത്തുകൊണ്ടിരുന്നാൽ നെറ്റ് വലിയ ലാഭമൊന്നും കിട്ടത്തില്ല. ശരിയാണ്, നമ്മളുടെ എമൗണ്ട് ട്രേഡിംഗ് ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ല 40% ചാർജസും കൂടെ നമ്മൾ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ, അതായത് 40% വിൻ റേഷ്യോ ഉണ്ടെങ്കിൽ 2500 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ചാർജസ് ആയിട്ട് 2672 വരുന്നുണ്ട്. അതായത് നെറ്റ് 172 രൂപ ലോസാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പെർസെൻറ്റേജിൽ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ 3.44% ലോസാണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ ഇതേ ട്രേഡ് തന്നെ അതേ പ്രോഫിറ്റ് മാർജിൻ വെച്ചിട്ട് നമ്മൾ 50,000-ൻ്റെ, അതായത് ക്വാണ്ടിറ്റി ഒരു 10 ടൈംസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതേ 100 ട്രേഡിൽ 40 വിൻ മാത്രമേ കിട്ടിയിട്ടുള്ളെങ്കിൽ പ്രോഫിറ്റായിട്ട് നെറ്റ് വരുന്നത് 25,000 കിട്ടും. 25,000 പ്രോഫിറ്റ് വരുമ്പോൾ നമുക്ക് വരുന്ന ചാർജസ് നെറ്റ് വരുന്നത് 11,100 ഇത്രയാണ് ചാർജസ് വരുന്നത്. ഇത്രയുമാണ് നമ്മളുടെ നെറ്റ് എമൗണ്ട്. അതിനകത്ത് നിന്ന് ചാർജസ് കഴിച്ചിട്ട്, ചാർജസ് ആയിട്ട് ഇവിടെ 13,838 രൂപയാണ്. അത് കുറച്ചു, അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ചു, അതിന് ശേഷം വരുന്ന എമൗണ്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാ ചാർജസും കഴിഞ്ഞിട്ട് നെറ്റ് പ്രോഫിറ്റായിട്ട് നമുക്ക് 11,162 രൂപ കിട്ടും. അതായത് 22% നമുക്ക് 1:2 മാത്രം റിസ്ക് റിവാർഡ് എടുത്തുകൊണ്ടിരുന്നാൽ 100 ദിവസം കൊണ്ട് കിട്ടും, 40% വിൻ റേഷ്യോ കിട്ടിയാൽ. ഓക്കെ, ഇനി അത് തന്നെ വീണ്ടും ഒരു 10 ടൈംസ് നമ്മൾ ക്യാപിറ്റൽ വർദ്ധിപ്പിച്ചു. അപ്പോൾ ഈ കോമ്പൗണ്ടിങ് നടന്ന് നമ്മുടെ ട്രേഡ് വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയും കൂടുന്നതെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നീട് എടുക്കുന്ന 100 ട്രേഡിൽ 40 ട്രേഡ് വിൻ ചെയ്താൽ അതുപോലെ തന്നെ നമുക്ക് നെറ്റ് പ്രോഫിറ്റായിട്ട് 2,50,000 കിട്ടും. ചാർജസ് ഇവിടെ 94,000 രൂപ ചാർജസ് പോയിട്ട് നമുക്ക് 1,55,102 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവും. അതായത് നമ്മളുടെ ട്രേഡിംഗ് ക്യാപിറ്റലിൻ്റെ ഏകദേശം 31% നമുക്കിവിടെ പ്രോഫിറ്റായിട്ട് കിട്ടും. ഇത് 100 ദിവസത്തേക്കാണ്. അത് 1:2 മാത്രം റിസ്ക് റിവാർഡ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ഈ 1:2 അല്ല ആക്ച്വലി നമുക്ക് കിട്ടാവുന്നത്. അതും കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുമ്പോഴേ നമുക്കിവിടെ നമ്മളുടെ കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. അതും കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ 66 ട്രേഡ് എടുത്തപ്പോൾ 1:4, 1:3, 1:3, 1:3, അതേപോലെ 1:2, 1:3 കണ്ടിന്യൂസ് 3 ദിവസം, ഒരു ദിവസം 1:4, ഇങ്ങനെയൊക്കെ നമുക്ക് 1:3ഉം 4ഉം ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഓൾറെഡി കിട്ടിയിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനി ആക്ച്വലി കിട്ടാമായിരുന്ന പൊട്ടൻഷ്യൽ അത് എല്ലാ ദിവസത്തെയും നമ്മൾ എടുത്തിട്ടില്ല. അത് നമ്മൾ നോട്ട് ചെയ്ത് തുടങ്ങിയത് ഏതാണ്ട് ഈ ഒരു പീരീഡ് തൊട്ടാണ്, 28-ാം തീയതി മുതലാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ 1:3, 1:6, 1:3, 1:5, 1:4 കണ്ടോ. ഇതുപോലെ 1:6 വരെ ഈ ഒരു പീരീഡിൽ മാത്രം നമുക്ക് കിട്ടാമായിരുന്നതുണ്ടായിരുന്നു. നമ്മൾ ആ ദിവസമൊക്കെ 1:2 ആക്ച്വലി എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടി. നമ്മൾ നല്ല രീതിയിൽ ട്രേഡിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് കോമ്പൗണ്ടിങ് ഒക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കതൊക്കെ എടുക്കാൻ പറ്റും.
ഉദാഹരണം പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞു 2002 ഒരു മാസത്തിൽ നമ്മൾ 3 ദിവസം മാത്രമേ ലോസ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാ ദിവസവും പ്രോഫിറ്റ് അടിച്ചു. ആ മാസം ടാറ്റ മോട്ടോഴ്സിൽ നമ്മൾ 1:9 വരെ 1:7 ഒരു ദിവസം, വേറൊരു ദിവസം 1:9 പ്രോഫിറ്റ് എടുത്തിരുന്നു. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂസ് പ്രോഫിറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസിൽ നിന്നാണ് കൂടിയ പ്രോഫിറ്റ് മാർജിൻ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വിജയകരമായി മുന്നോട്ട് പോയി തുടങ്ങിക്കഴിയുമ്പോൾ 1:2 വെച്ച് തന്നെ നമുക്ക് നെറ്റ് നല്ല പ്രോഫിറ്റിലേക്ക് 31% പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നിങ്ങളുടെ ക്യാപിറ്റൽ കൂടുന്നതിനനുസരിച്ചിട്ട് നെഗറ്റീവ് ആയിരുന്നു. 40% വിൻ റേഷ്യോ കിട്ടിയപ്പോൾ ഏറ്റവും കുറഞ്ഞ ക്യാപിറ്റലിൽ നമ്മൾ നെഗറ്റീവായിരുന്നു. അവിടുന്ന് അതേ വിൻ റേഷ്യോയിൽ അതേ 1:2 റിസ്ക് റിവാർഡ് മാത്രം വെച്ചിട്ട് നമ്മുടെ ക്യാപിറ്റൽ കൂടിയപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നു. -3ൽ നിന്ന് 22 ആയിട്ടും പിന്നീട് അത് 10 ടൈംസ് വീണ്ടും കൂട്ടിയപ്പോൾ അത് 31 ആയിട്ട് മാറി. അതായത് ഇനിയും മുന്നോട്ട് ക്യാപിറ്റൽ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ കൂടിക്കൂടി വരും. ഇത് 1:2 വെച്ച് മാത്രമുള്ള കണക്കാണ് നമ്മളിവിടെ കണ്ടത്. എന്നാൽ 1:2 അല്ല നമുക്ക് ആക്ച്വലി കിട്ടാവുന്നത്. ഞാൻ തന്നെ ഓൾറെഡി 1:7 9 എടുത്ത കാര്യം നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത് 1:2 പകരം അത് 3 1:2.5 1:4 ഒക്കെ ആവറേജ് ആയി വരുന്ന ഒരു കാലഘട്ടം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് വരും. അതൊക്കെ മറന്നു കളഞ്ഞേക്കാം. നമുക്ക് 1:2 വെച്ച് മാത്രം കണക്കൂട്ടിയാൽ പോലും നമ്മുടെ ക്യാപിറ്റൽ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി വലിയ രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നോക്കുന്ന ഈ ഫസ്റ്റ് 100 ഡേയ്സിൽ നമ്മൾക്ക് ഒറ്റ ടാർഗറ്റേ ഉള്ളൂ. നമ്മുടെ ക്യാപിറ്റൽ 10,000 ആണ് നമ്മൾ ഇട്ടത്. അപ്പോൾ 5,000 ആണ് നമ്മൾ ട്രേഡിങ്ങിൽ ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ ഈ 5,000-ൽ മുകളിലൊരു ലോസ് വരാതിരിക്കുക, ദാറ്റ് മീൻസ് നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആകാതിരിക്കുക എന്നൊരു ടാർഗറ്റ് മാത്രമേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി എൻ്റെ ടാർഗറ്റായിട്ട് എൻ്റെ മുമ്പിലുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു, ഇക്വിറ്റിയിൽ നമ്മൾ കൈ തെളിഞ്ഞതിന് ശേഷം ഓപ്ഷൻസിലേക്ക് പോയി, അതിനുശേഷം ചെയ്ത ട്രേഡുകളിൽ നിന്നെല്ലാം എത്രയൊക്കെ തുക എപ്പോഴൊക്കെ ഇറക്കിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു 15-20 ദിവസത്തിനുള്ളിൽ അക്കൗണ്ട് വാഷ് ഔട്ട് ആകുന്ന അവസ്ഥയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഓപ്ഷൻസ് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് 66 ദിവസം ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു 100 ദിവസത്തിൽ നമുക്ക് ഒറ്റ ടാർഗറ്റേ ഉള്ളൂ. കാരണം മാനസികാവസ്ഥയൊക്കെ വളരെ അധികം ഓപ്ഷൻ ചെയ്തിട്ട് വളരെ മോശമായിരുന്നു. ഇപ്പോൾ അത് തിരിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒറ്റ ടാർഗറ്റേ നമ്മുടെ മുമ്പിലുള്ളൂ. ഈ 100 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ലോസ് 5,000 കടന്ന് പോകാതിരിക്കുക, അല്ലെങ്കിൽ ഈ 10,000 രൂപ അക്കൗണ്ടിൽ ഇട്ടത് വാഷ് ഔട്ടായി പോകാതിരിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ആ ഒരു ഒന്നാം ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ഘട്ടത്തിൽ മാത്രമേ നമ്മളിവിടെ പ്രോഫിറ്റ് കാണണം എന്നൊരു ആഗ്രഹം മനസ്സിൽ ഇപ്പോൾ സത്യം പറഞ്ഞുള്ളൂ. മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ്, അതായത് ആദ്യത്തെ 200 ദിവസത്തിന് ശേഷം നെക്സ്റ്റ് 300 ഡേയ്സിലേക്ക് പോകുന്ന സമയത്തായിരിക്കും നമ്മൾ ഇനി 1:3, 4, 5 അങ്ങനെ കൂടിയ റേഷ്യോയിലുള്ള റിസ്ക് റിവാർഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക, മാനസികമായിട്ടുള്ളൊരു ധൈര്യം കുറച്ചധികം കൂട്ടിയെടുക്കുക, അത് സിസ്റ്റമാറ്റിക്കായിട്ട് പതുക്കെ പതുക്കെ ചെയ്തെടുക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ട്രേഡ് നമ്മൾ എടുത്തത് ഈ പറയുന്ന പോലെ ഇന്നലത്തെ ആ ഒരു ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ ഒരു മധ്യഭാഗവും നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയെടുത്തു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, ഈ ഒരു റേഞ്ചിന് വെളിയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതേ റേഞ്ച് മുകളിലേക്ക് അളക്കും. അങ്ങനെ മുകളിലേക്ക് അളന്നപ്പോൾ ഇവിടെയാണ് ആ റേഞ്ച് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ലൊരു പുഷ് മുകളിലേക്ക് തന്നു. അതിനുശേഷം ഒരു റെഡ് ക്യാൻഡിൽ വെച്ചു, ദെൻ ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചു. ഇത് ഈ മധ്യഭാഗത്തിന് താഴത്തേക്ക് ഈ ഗ്രീൻ ക്യാൻഡിലിനെ ക്രോസ് ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ, അതായത് ഇന്നലെ വെച്ച അതേ റേഞ്ച് മുകളിലേക്ക് അളന്നു. അതിൻ്റെ മധ്യഭാഗത്തുനിന്ന് താഴത്തേക്കുള്ള ബ്രേക്കിൽ നമ്മൾ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോയിൽ സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മുടെ ടാർഗറ്റ് 1:2 ആണ്. ഇതാണ് നമ്മുടെ 1:2 ടാർഗറ്റ് വരുന്നത്. ഇത് നമ്മൾ ബ്രാക്കറ്റ് ഓർഡർ ആയിട്ടിട്ടാണ് എടുത്തത്. ബ്രാക്കറ്റ് ഓർഡർ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ ഓർഡർ ഇടുന്ന സമയത്ത് തന്നെ ബ്രാക്കറ്റ് ഓർഡറിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇവിടെ സ്റ്റോപ്പ് ലോസിൻ്റെ പ്രൈസും വന്നിട്ടുണ്ട്, ടാർഗറ്റിൻ്റെ പ്രൈസും വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് 0.5% സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ 1% അതിവിടെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് പെർസെൻറ്റേജിലേക്ക് മാറ്റിയിട്ട് വേണം അതിടാൻ. അപ്പോൾ 1% നമ്മൾ ടാർഗറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ വിറ്റാൽ
സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇത്രയും തുക സെറ്റ് ചെയ്യും. അതേപോലെ തന്നെ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഇത്രയും തുക സെറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ സെല് ചെയ്ത് കഴിഞ്ഞാൽ ഈ 0.5ഉം 1ഉം ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റുമായിട്ട് അത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയിക്കോളും. ഇങ്ങനെ ബ്രാക്കറ്റ് ഓർഡർ ആയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ ഓർഡർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പിന്നീട് ഇതിനകത്ത് ചേഞ്ചസ് വരുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ്, രണ്ടിലൊന്ന് ഹിറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് നോക്കാൻ വേണ്ടി നമ്മൾ തിരിച്ചു വരുന്നുള്ളൂ. അതായത് ഇത് ഓർഡർ ഇട്ടിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകുവാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇന്നത്തെ ലോയിൽ വന്ന് മാർക്കറ്റ് വീണ്ടും ഒരു ടെസ്റ്റ് നടത്തിയിട്ടാണ് തിരിച്ചു പോയിരിക്കുന്നത്. ഇവിടെ നമ്മൾ കണക്ക് കൂട്ടുന്നത് ഇത്രയും ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാം, ഈ ലോ ടു ഇവിടെയാണ് ഒരു റെസിസ്റ്റൻസ് മുകളിൽ ഹൈലി നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത്രയും ഭാഗത്തെ ഒരു റേഞ്ചായിട്ട് നമ്മൾ കണക്ക് കൂട്ടുവാണ്. എപ്പോഴാണോ ഈ റേഞ്ച് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നത്, ഈ റേഞ്ചിൻ്റെ വോളിയം എത്രയാണോ മുകളിലേക്കുള്ളത്, പോയിൻറ്റ്സ് ആണോ ഉള്ളത്, അത്രയും പോയിൻറ്റ്സ് ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്ക് പോകും എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അത് നമ്മളിവിടെ ഒന്ന് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതാണ്. അതായത് 396 രൂപ 65 പൈസ വരെ ഇതിനെ ബ്രേക്ക് ചെയ്താൽ താഴത്തേക്ക് പോകുമെന്നാണ് നമ്മളുടെ കണക്കൂട്ടൽ. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് അതിന് മുകളിലാണ് വരുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി ഒന്നും ചെയ്യുന്നില്ല. വീഡിയോ എടുത്തത് കൊണ്ട് ഇത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഇതിലേക്ക് നോക്കിയെന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മളിതിലേക്ക് നോക്കുന്നേയില്ല. അപ്പോൾ ഇന്നിനി നമ്മൾ 3 മണിക്ക് ഒന്നെങ്കിൽ എക്സിറ്റ് എടുക്കും, അതല്ല എങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസോ ഇല്ലെങ്കിൽ ടാർഗറ്റോ ഹിറ്റാവണം. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ട്രേഡിൽ എന്തായാലും ടാർഗറ്റ് ഹിറ്റാകുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ, നിലവിലുള്ളൊരു മാർക്കറ്റ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഇപ്പോൾ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാലും അത് ഓൾറെഡി നെഗറ്റീവിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റിന് ഏത് സമയത്ത് വേണമെങ്കിലും മൂവ് ചെയ്യാം. നമുക്കതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. പ്രഡിക്റ്റ് ചെയ്യുക എന്നതല്ല നമ്മുടെ ഉദ്ദേശവും. 1:2 റിസ്ക് റിവാർഡ് വെച്ചിട്ടാണ് നമുക്കിവിടെ മാർക്കറ്റിനെ വിജയിക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ചാർജസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക. അപ്പോൾ ഇതാണ് ഒരുമാതിരി എല്ലാവർക്കും തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.